ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒത്തിരി ദിവസമായിട്ടുണ്ട്. ഇന്ന് നമ്മുടെ പച്ചക്കറികളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നമ്മുടെ പച്ചമുളകും ഉണ്ടമുളകും ഒക്കെ നട്ടിരിക്കുന്നത് അടുക്കളയിൽ നിന്ന് വാതിൽ തുറന്ന് ഇറങ്ങുന്ന സ്ഥലത്താണ്. അതാകുമ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കാനൊക്കെ കുറച്ചുകൂടെ എളുപ്പമായിരിക്കുമല്ലോ എന്ന് വെച്ചിട്ടാണ് അവിടെ വെച്ചേക്കുന്നത്. പക്ഷേ നമ്മൾ പച്ചക്കറിയൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലത്തെല്ലാം സൺലൈറ്റ് കുറവാണെന്ന് ഞാൻ ഇടയ്ക്കൊക്കെ പറയാറുണ്ട്. കാരണം അവിടെ എല്ലാം റബ്ബറാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാറില്ല. ഇപ്പോൾ കാണിക്കുന്ന ഈ പച്ചമുളകൊക്കെ ഇരിക്കുന്ന ആ സൈഡിൽ നല്ല സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ കുറേ മുളകിൻ്റെ കവറെല്ലാം നമുക്കെടുത്ത് ഇവിടേക്ക് കൊണ്ടുവെക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ പച്ചമുളകെല്ലാം നന്നായിട്ട് പിടിച്ചു വരുന്നുണ്ട്. ഇതുവരെ വിളവെടുത്തിട്ടില്ല, വിളവെടുക്കാറായി വരുന്നുണ്ടേ. ഇത് വേറൊരു വെറൈറ്റി പച്ചമുളകാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മുളക് എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളത്. ഒരുപാട് വട്ടം പച്ചമുളകൊക്കെ വെച്ചെങ്കിലും നമ്മളതിൻ്റെ കറക്റ്റായ രീതിയിൽ ശ്രദ്ധിക്കാത്തത് കാരണം അതെല്ലാം നശിച്ചു പോയിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ എന്തായാലും പച്ചമുളക്, ഉണ്ടമുളക്, കാന്താരി ഇതെല്ലാം നമ്മുടെ ആവശ്യത്തിനും അതിൽ കൂടുതൽ എനിക്ക് കിട്ടുന്നുണ്ടേ. ബാക്കിയുള്ള ഗ്രോ ബാഗൊക്കെ എടുത്ത് ഇവിടേക്ക് കൊണ്ടുവെക്കണമെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് പോച്ച പറിച്ച് കളഞ്ഞ് വൃത്തിയാക്കിയിടാം. ഈ പുല്ല് പറിക്കാൻ ഇറങ്ങുന്നതാണ് എനിക്ക് ആകെ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആകുന്നത്. എവിടെ സ്റ്റാർട്ട് ചെയ്യണം, എവിടെ അവസാനിപ്പിക്കണം എന്ന് എനിക്ക് തന്നെ അറിയില്ല. ഏകദേശം ഒരു 2 മാസം മുന്നെയാണ് നമ്മളിവിടെ ഒരാളെ നിർത്തി മൊത്തത്തിൽ ചെത്തി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നത്. ചെത്തി വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞ് 2 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ശക്തമായിട്ടുള്ള മഴ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴേക്കും പിന്നെ പഴയതിലും ശക്തമായിട്ട് അവർ തിരിച്ചു വന്നിട്ടുണ്ടേ. വേറെ ആരുമല്ല, നമ്മുടെ ഈ പുല്ലുകളെല്ലാം തിരിച്ചു വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ കണ്ണാടി പോലെ വൃത്തിയാക്കിയിടാനൊന്നും ഇപ്പോൾ സാധിക്കില്ലെന്ന് തോന്നണു. കാരണം നല്ല മഴയൊക്കെ വരുന്നുണ്ടേ. പക്ഷെ കുറച്ചെങ്കിലും ഒന്ന് വൃത്തിയാക്കാതെ നമുക്ക് അവിടെ ഇരിക്കുന്ന പച്ചക്കറിയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചാൽ ശരിയായില്ല. കുറച്ച് പുല്ലൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഞാൻ നോക്കുകയാണ് ഇനി എവിടാണ് ചെയ്യേണ്ടതെന്നുള്ളത്. എനിക്ക് ആകെ കൺഫ്യൂഷനാണ് കേട്ടോ. പക്ഷെ ഞാൻ ഇതുപോലെ കുറേ സമയം ഇരുന്ന് ഇതുപോലെ പറിച്ചു കളഞ്ഞിട്ടും അത്ര അങ്ങോട്ട് നീറ്റ് ആവുന്നതും ഇല്ല. എന്നാലൊട്ട് ചെയ്യാതിരിക്കാനും പറ്റില്ല. അങ്ങനൊരു കണ്ടീഷനാണ്. ഞാൻ ഒന്നുകൂടി ഒരാളെ നിർത്തി ഇവിടെ എല്ലാം ചെത്തി വൃത്തിയാക്കിയാലോ എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഗ്രോ ബാഗിലിരിക്കുന്ന പച്ചമുളകൊക്കെ നമ്മൾ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വെച്ചിട്ട് 2-3 ദിവസമായി. ആ സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്ന കുറച്ച് പുല്ലൊക്കെ പറിച്ചൊഴിവാക്കിയതിന് ശേഷമാണ് കൊണ്ടുവച്ചത്. അതിന് ശേഷം വളർന്നു വന്നതാണ് ഇതിന് ചുറ്റുമുള്ളത്. എന്ത് ചെയ്യണം, എത്ര പെട്ടെന്നാണെന്ന് അറിയാവോ ഇതുപോലെ പുല്ല് വളർന്നു വരുന്നത്. അവർക്ക് ഈ NPK ഒന്നും ആവശ്യമില്ലായോ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മൾ ഈ പച്ചക്കറികൾക്കൊക്കെ ചാണകം ഇട്ട് കൊടുക്കുന്നു, എല്ലുപൊടി കൊടുക്കുന്നു, അതിന് കീടനാശിനികൾ കൊടുക്കുന്നു. പക്ഷേ ഈ പുല്ല് കിളിച്ച് വരാനായിട്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർക്ക് ചാണകവും വേണ്ട, കീടനാശിനികളും വേണ്ട, ഒന്നിൻ്റെ ആവശ്യമില്ല. അതാണൊരു കഷ്ടം. അങ്ങനെ പുല്ല് പറിക്കലൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഞാൻ വേറൊരു പണിക്ക് ഇറങ്ങിയിട്ടുണ്ടേ. ഇത് നമ്മുടെ കോവലാണ്. കുറച്ച് ദിവസം മുന്നേ അതിന് പടർന്നു പോകാൻ താൽക്കാലിക ആശ്വാസത്തിന് ഞാൻ ഒരു കമ്പ് വെച്ചിട്ട് കയറ് കുറുകെ കെട്ടിയതിന് ശേഷം അതിലേക്ക് പടർത്തി വിട്ടിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ അതിന് പടർന്നു പോകാൻ നല്ലൊരു പന്തലിട്ട് കൊടുത്തെങ്കിൽ നന്നായിട്ട് പടർന്ന് നല്ല കായകളൊക്കെ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ ആ ഏരിയയിലേക്ക് വന്നപ്പോൾ അവിടെ അതിനേക്കാളും പുല്ലാണ്. എൻ്റെ പണികൾ മൊത്തത്തിൽ ഓർഡർലെസ് ആയിട്ടുണ്ട്. ആദ്യം കുറച്ച് പുല്ല് പറിച്ചു. ഇനിയിപ്പം കൂടുതൽ നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ കോവലിന് പന്തലിടാന്ന് പറഞ്ഞ് പോയി. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവിടെയും മൊത്തം പുല്ല്. അതൊക്കെ പറിച്ച് കുറച്ച് ഒഴിവാക്കിയതിന് ശേഷമാണ് വിചാരിച്ചത് ഇനിയിപ്പോൾ മഴ വരുന്നു, അതിന് മുന്നേ നമ്മൾ പറഞ്ഞ കുറച്ച് ഉണ്ടമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും തൈകളൊക്കെ എടുത്തുകൊണ്ടുവന്ന്, തൈകളല്ല ചെടികൾ നമ്മൾ അടുക്കളത്തോട്ടത്തിൽ ഇരിക്കുന്നത്, അടുക്കളയുടെ സൈഡിൽ ഇരിക്കുന്നതിനെ ഇവിടേക്ക് കൊണ്ടുവന്ന് വെക്കണം. അല്ലെന്നുണ്ടെങ്കിൽ മഴയായി കഴിഞ്ഞാൽ ഇന്ന് ആ പണിയെല്ലാം പെൻഡിങ് ആകും. അങ്ങനെ അവിടെ ഇരുന്ന കുറച്ച് മുളകൊക്കെ എടുത്തുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട്. ഈ ഒരു നീല നെറ്റ് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. 2 എണ്ണം മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് എനിക്കിപ്പോൾ ശരിക്കും ഓർമ്മയില്ല. അധികം റേറ്റൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതുപോലെ നമുക്കിതിനെ വലിച്ചു കെട്ടിക്കൊടുക്കാമെങ്കിൽ ഇതിന് പടർന്നു പോകുന്ന പച്ചക്കറികളൊക്കെ പടർത്തി വിടാൻ നല്ലതായിരിക്കും. ഈ ഒരു പണിയും എന്നെ സംബന്ധിച്ച് കുറച്ച് ടാസ്ക് ആയിരുന്നു. ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതും എനിക്ക് അറിയില്ല. പക്ഷേ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്.
നീളത്തിന് ഒരു ഷോള് പോലാണ് ഇരിക്കുന്നത്. പക്ഷേ 4 സൈഡും നമ്മൾ വള്ളി വെച്ച് വലിച്ച് കെട്ടിക്കഴിയുമ്പോൾ ശരിക്കും ഒരു നല്ല പന്തൽ പോലെ ആകും. അതിനു വേണ്ടിയുള്ള പെടാപ്പാടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കത്രിക എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ കാണുന്നില്ല. അതാണ് ഇപ്പം തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഈ നെറ്റിൻ്റെ 2 സൈഡ് ഞാൻ ആദ്യമേ കെട്ടിയിട്ടുണ്ടായിരുന്നേ. അത് ക്യാമറ ഓണാക്കാൻ ഞാൻ മറന്നുപോയതാണ്. കുറച്ച് ഹൈറ്റിൽ നല്ല വലിച്ച് കെട്ടുകയാണെങ്കിൽ നല്ല നിവർന്ന് നിൽക്കും. അത് വലിച്ചു കെട്ടാനായിട്ട് എന്തെങ്കിലും തൂണുണ്ടെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും കേട്ടോ. അവിടെ തൂണൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഒരു കയർ അവിടെ വലിച്ചു കെട്ടിയിട്ടുണ്ടായിരുന്നേ. ഞാൻ അതിലേക്കാണ് കെട്ടുന്നത്. ശരിക്കും ഇത് ചെയ്യുന്നത് ഇങ്ങനെന്തോ അല്ലെന്ന് തോന്നുന്നു. ഈ നെറ്റ് ഇതുപോലെ വലിച്ചു കെട്ടുന്നത് എങ്ങനെയാണെന്ന് അറിയാമെന്നുള്ളവർ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നെ ഒന്നും പറയരുത് കേട്ടോ. ഞാനിപ്പോൾ നമ്മുടെ കോവലിന് ഒന്ന് പടർന്നു പോകണം അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അത്ര ഭംഗിയായിട്ടൊക്കെ കെട്ടാനായിട്ട് നിവർത്തിയില്ലാത്തത് കൊണ്ടാണ്. പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതല്ലല്ലോ അല്ലേ, നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണല്ലോ. എനിക്ക് പറ്റില്ല, ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ശരിയാവില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നാൽ അതങ്ങനെ അവിടെ ഇരിക്കും അല്ലേ. അതുകൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ അങ്ങനെ അങ്ങ് ചെയ്യാമല്ലേ. എന്തായാലും 3ാമത്തെ സൈഡാണ് ഞാനിപ്പോൾ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. 4 സൈഡും ഇതുപോലെ വലിച്ച് കെട്ടണം കേട്ടോ. അവിടേക്ക് കെട്ടാനായിട്ട് എൻ്റെ ഹൈറ്റ് വെച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എന്നാലും വിട്ടു കൊടുത്തിട്ടില്ല. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കെട്ടിയിട്ടുണ്ടേ. കസേരയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ടാണ് തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. കസേരയൊക്കെ എടുക്കാൻ പോയാൽ സമയം കഴിയും, പിന്നെ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് നോക്കുകയാണേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് ഒരു ഷേപ്പ് ഒന്നും കിട്ടുന്നില്ല കേട്ടോ. എന്തായാലും അടുത്ത എൻഡിൽ കൂടി നമുക്കൊരു കയറ് കെട്ടിയിട്ട് വലിച്ച് കെട്ടിക്കൊടുക്കാം. ഇപ്പം ഞാൻ കയറ് വലിച്ച് കെട്ടിക്കൊണ്ടിരിക്കുന്ന തൂണ് ഞാൻ തന്നെ കുഴിച്ചിട്ടതാണേ. അതുകൊണ്ട് അതിൻ്റെ ബലത്തിൽ എനിക്ക് ഇച്ചിരി ഡൗട്ടുണ്ട്. എന്നാലും ഞാൻ അതിലേക്ക് തന്നെ കെട്ടി കേട്ടോ. ഒന്നും കൂടി ഒന്ന് ആ തൂണിനെ ഉറപ്പിച്ചതിന് ശേഷം അതിലേക്ക് തന്നെ കെട്ടി. 4 സൈഡും വലിച്ച് കെട്ടിയതിനൊക്കെ ശേഷം നോക്കിയപ്പോൾ അതിൻ്റെ ഷേപ്പ് അത്ര കണ്ട് അങ്ങോട്ട് ഓക്കെ അല്ലാത്തത് കാരണം ഒന്നും കൂടി ഞാൻ ആ സൈഡിൽ നിന്നൊക്കെ വലിച്ച് ഒന്ന് കെട്ടിയിട്ടുണ്ടേ. അത്ര ഭംഗിയല്ലാതെ കിടന്ന ഭാഗങ്ങളെല്ലാം ഞാൻ ഒന്നും കൂടി കയറ് കെട്ടിയിട്ട് ഇങ്ങനെ എവിടേക്കെങ്കിലുമൊക്കെ ഇങ്ങനെ വലിച്ച് കെട്ടിക്കൊടുക്കുകയാണേ. എന്നിട്ട് മാറി നിന്ന് നോക്കിയപ്പോൾ എനിക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നി. എന്തോ ഒരു മിസ്റ്റേക്കല്ല, മൊത്തത്തിൽ മിസ്റ്റേക്കാണെന്ന് എനിക്കറിയാം. എന്നാലും ചെറിയൊരു മിസ്റ്റേക്ക് നമുക്കൊന്ന് ഒഴിവാക്കാൻ പറ്റിയാലോ എന്ന് വിചാരിച്ചിട്ട് അടുത്ത പണിക്ക് വന്നേക്കാണ് കേട്ടോ. ഒന്നും കൂടി ആ തൂങ്ങിക്കിടക്കുന്ന ഭാഗത്തേക്ക് ഒരു കയറ് വല്ലതും കെട്ടിയിട്ട് എങ്ങോട്ടെങ്കിലും ഒന്ന് വലിച്ച് ഉറപ്പിച്ച് കെട്ടിയാലോ എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും അങ്ങനെയൊക്കെ കെട്ടിയതിന് ശേഷം അവിടെ കിടന്ന കോവലെല്ലാം ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ഇവരങ്ങ് പടർന്നു വരട്ടെ. ഞാൻ പറഞ്ഞില്ലേ ഈ തൂണിന് അത്ര കണ്ട് ബലം പോരാന്നുള്ളത്. അങ്ങനെ പിന്നെ അതിനെ ഉറപ്പിക്കാനായിട്ട് ഞാൻ ഒന്നും കൂടിയൊക്കെ അതിനെ ഉറപ്പിച്ച് താഴെ കുറച്ച് കല്ലൊക്കെ ചുറ്റും വെച്ച് ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി കോവൽ പടർന്ന് വരുമ്പോൾ എന്താകും അവസ്ഥ എന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. എന്തായാലും വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ ഒരു പന്തലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദേ ഇതുപോലെ ഷോള് പോലെ നീളത്തിനിരുന്നതായിരുന്നു കേട്ടോ. അതിനെയാണ് നമ്മൾ ഈ ഒരു രൂപത്തിലാക്കി എടുത്തേക്കുന്നത്. ശരിക്കും ഈ രൂപത്തിലല്ല ആക്കി എടുക്കേണ്ടതെന്ന് ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ഇത്രയും പണികളൊക്കെ ചെയ്തതല്ലേ, കുറച്ച് പച്ചമുളക് അങ്ങ് പറിച്ചെടുക്കാമെന്ന് വെച്ചിട്ട് കുറച്ച് പച്ചമുളകും കുറച്ച് ഉണ്ടമുളകും ഒക്കെ ഞാൻ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വളങ്ങളും കീടനാശിനികളും ഒക്കെ കൊടുത്ത് വളർത്തിയ നമ്മുടെ ഉണ്ടമുളകിൻ്റെ ഇലകൾ നോക്കുമ്പോൾ ഒരു വിളർച്ച പോലെ, എന്നാൽ നമ്മളിതൊന്നും കൊടുക്കാത്ത പുല്ലുകളുടെ ഇല നോക്കുമ്പോൾ നല്ല ഗ്രീൻ കളറാണ്. അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി കുറച്ച് വഴുതനയുടെ തൈകളും ഉണ്ട്, അതുകൂടി നമുക്കെടുത്ത് ഇവിടേക്ക് കൊണ്ടുവന്ന് വെക്കാം. ഇവിടെ ആകുമ്പോൾ നല്ല വെയിൽ കിട്ടാറുണ്ട്. പിന്നെ മഴയായതുകൊണ്ട് നമുക്ക് എന്നും പിന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ വെള്ളം ഒഴിക്കുന്ന ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ ആ അടുക്കളയുടെ സൈഡിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നതേ. ഇപ്പോൾ ഈ വഴുതനയും പച്ചമുളകും ഒക്കെ നിൽക്കുന്നത് വെറും കരിയിലയിൽ മാത്രമാണ്, കരിയില കമ്പോസ്റ്റിൽ മാത്രമാണ്. നല്ല ഹെൽത്തി ആയിട്ട് അവർ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതുവരെ അവർക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല. ഇനിയിപ്പോൾ ശക്തമായ മഴ ആയത് കാരണമാണ് ഞാൻ കരിയില കമ്പോസ്റ്റ് അധികം അങ്ങോട്ട് ആഡ് ചെയ്യുന്നില്ല. ഇനിയെങ്ങാനും മഴ ഒരുപാട് പെയ്ത് വെള്ളം കെട്ടിയൊക്കെ നിന്നിട്ട് നമ്മുടെ ഈ പ്ലാന്റ്സിൻ്റെയൊക്കെ റൂട്ടൊക്കെ ചീഞ്ഞു പോയാലോ എന്ന് വെച്ചിട്ടാണേ. അപ്പോൾ പിന്നെ ഇതിന് കുറച്ച് വളമൊക്കെ ചേർത്ത് കുറച്ച് മണ്ണിട്ട് കൊടുക്കാമെന്ന് വെച്ചത്.
ഈ വീഡിയോ ഇപ്പോൾ എടുത്തു വെച്ചിട്ട് ഒരാഴ്ച കൂടുതലായി. അതിനുശേഷം 1-2 ദിവസം മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എനിക്ക് വെള്ളം ഒഴിക്കാനായിട്ട് ഇവിടേക്ക് തന്നെ വരേണ്ടി വന്നു. എന്നാലും സാരമില്ല, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇടയ്ക്കെല്ലാം നല്ല മഴ പെയ്യുന്നുണ്ടേ. നമ്മുടെ കേരളത്തിൽ മഴയാണല്ലോ എന്ന് വെച്ചിട്ട് മഴയ്ക്ക് അനുകൂലമായിട്ടുള്ളൊരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അതുപോലെ വെയിലാണല്ലോ എന്ന് വെച്ചിട്ട് വെയിലിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളും ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. നമുക്കിപ്പോൾ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് അല്ലേ. അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ, അതോ എനിക്ക് മാത്രമാണോ തോന്നുന്നത്? കാരണം മഴ പെയ്യുമ്പോൾ നല്ല ശക്തമായ മഴ പെയ്യും, കുറച്ച് കഴിഞ്ഞ് വെയിൽ വന്നാലോ ഈ നാളിലൊന്നും ഇവിടെ മഴ പെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണല്ലേ. അത്ര ശക്തമായ വെയിലായിരിക്കും. ചില ദിവസങ്ങളിൽ രാവിലെയൊക്കെ നല്ല മഴയാണെങ്കിലും ഞാൻ ഈവനിങ് എത്തുമ്പോൾ എൻ്റെ ചെടികളെല്ലാം വാടിക്കിടക്കായിരിക്കും കേട്ടോ. ആ ഉച്ച സമയത്തെ വെയിൽ കൊണ്ടിട്ടായിരിക്കും. നല്ല പൂക്കളായിട്ട് നിന്ന വെങ്കയൊക്കെ ഇപ്പോൾ ഒരു വാട്ടരോഗം ബാധിച്ചതുപോലെയൊക്കെ ആയിട്ടുണ്ടേ. മാറി മാറി വരുന്ന വെയിലും മഴയും ഒക്കെ കാരണമായിരിക്കും. ഈ വഴുതണയുടെയും അതുപോലെ നമ്മുടെ പച്ചമുളകിൻ്റെയൊക്കെ തൈ ഞാൻ മേടിച്ചു കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഗ്രോ ബാഗിൽ നടുന്നതൊക്കെ വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ ശരിക്കും മനസ്സിലാകും ഇത് എത്രത്തോളം വളർന്നിട്ടുണ്ടെന്നുള്ളത്. കാരണം ഇതിലിപ്പോൾ കായകളൊക്കെ വരാൻ തുടങ്ങി. ഇത് കാണുമ്പോൾ നമുക്ക് എന്തായാലും നല്ലൊരു സന്തോഷമാണ് കേട്ടോ. അങ്ങനെ മണ്ണൊക്കെ കുറവായിട്ടുണ്ടായിരുന്ന എല്ലാ കവറിലും ഞാൻ മണ്ണും ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ അച്ചിമിനസ് പ്ലാന്റ് കണ്ടോ, എല്ലാ കവറിലും മിക്കവാറും പച്ചക്കറി തൈകളുടെ കവറിലും ചെടികളുടെ കവറിലും ഒക്കെ കിളിച്ച് വരാറുണ്ട് കേട്ടോ. അതിന് ഞാൻ എടുത്ത് വേറൊരു ചട്ടിയിലേക്ക് നട്ട് വെക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നല്ല ഭംഗിയുണ്ടല്ലേ ഈ ആകാശവും മരങ്ങളും ഒക്കെ ഇങ്ങനെ കാണാനായിട്ട്. ഏകദേശം സന്ധ്യ മയങ്ങാറായിട്ടുണ്ട്, നല്ല മഴക്കോളുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അകത്തേക്ക് കയറി പോവുകയാണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ, ബൈ.